നമ്മൾ കേട്ടിട്ടുണ്ട് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. ഇന്ന് ഈ വീഡിയോയുമായിട്ട് ഒരു പുതു ചരിത്രം രചിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിച്ചിരിക്കുന്നത്. കാരണം എൻട്രിയുടെ എക്കാലത്തെയും പ്രൈം ബാച്ചായ LPUPയുടെ പ്രൈം ബാച്ചായ മിഷൻ LPUP എൻട്രി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുകയാണ് ഇന്നേ ദിവസം. അതായത് മിഷൻ 150 എന്ന് പറഞ്ഞൊരു നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്യൂ ഇയേഴ്സ് ബാക്ക്. വളരെ സക്സസ്ഫുൾ ആയിട്ട് ബാച്ചാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഈ ഒരു യൂസേഴ്സിന് അല്ലെങ്കിൽ LPUPക്ക് ഫോക്കസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ ഇളക്കി മറിച്ച അതിൽ നിന്ന് നമ്മൾ സക്സസ് കൊയ്ത ബാച്ച് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, എൻട്രി എന്ന പ്ലാറ്റ്ഫോമിൽ 1500 റാങ്ക് ഹോൾഡേഴ്സിനാണ് LPക്ക് മാത്രം നമ്മൾ സൃഷ്ടിച്ചത്. ആ റാങ്ക് ഹോൾഡേഴ്സിനെ മേക്ക് ചെയ്യാൻ ഇത്തരത്തിലുള്ള ബാച്ചുകൾ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ആ 1500 റാങ്ക് ഹോൾഡേഴ്സിനെ നമ്മൾ മേക്ക് ചെയ്തു. അതിലൂടെ നമ്മളൊരു പുതു ചരിത്രം സൃഷ്ടിച്ചു, പുതിയ ബാച്ചുകൾ സൃഷ്ടിച്ചു. അതിൽ ഏറ്റവും പ്രൈം ബാച്ച് എന്ന് പറയുന്നത് ഈ ബാച്ചാണ് മിഷൻ LPUP. അതിൻ്റെ മൂന്നാമത്തെ വേർഷൻ മിഷൻ LPUP 3.0 ഇന്നത്തെ ദിവസം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, വെൽക്കം ടു എൻട്രി ടീച്ചിങ് എക്സാംസ് മലയാളം യൂട്യൂബ് ചാനൽ. സോ എന്തുകൊണ്ടാണ് മിഷൻ LPUP 3.0 എന്നിട്ട്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ LP റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് 1500 റാങ്ക് ഹോൾഡേഴ്സിനാണ് നമ്മൾ മേക്ക് ചെയ്തത്. അടുത്ത ഞങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത് 3000 റാങ്ക് ഹോൾഡേഴ്സ് LPക്ക് വേണ്ടി മാത്രം ഞങ്ങൾ മേക്ക് ചെയ്യാൻ പോവുകയാണ്. ആ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് 3.0. ഇറ്റ്സ് നോട്ട് 3.0, ഇറ്റ്സ് 3000 എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. മാത്രമല്ല ഈ ബാച്ച് ഒരു സ്പെഷ്യൽ ബാച്ചാണ്. മുമ്പുള്ളതുപോലെയല്ല, മുമ്പത്തേക്കാളും കുറച്ച് ഡിഫറൻസ്, കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ള ബാച്ചാണ്. ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ഇതിൻ്റെ ബാച്ച് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ഈ ബാച്ചിൽ ചോദിക്കണം, എന്തൊക്കെയാണ് ഈ ബാച്ചിൽ കൊടുക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. സോ 3.0ക്ക് വേറെ അർത്ഥമുണ്ടെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്തിൽ നമ്മുടെ പല ഉദ്യോഗാർത്ഥികൾക്കും ഒരു ഡൗട്ട് എന്ന് പറയുന്നത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു ഡൗട്ടാണ്. എങ്ങനെ പഠിച്ചു തുടങ്ങണം? പല വ്യക്തികൾക്കും LPUP നമുക്കറിയാം, ഈ എക്സാമിനേഷൻ വരുന്നത് മേ ബി ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ഇയർ കഴിഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പഠിച്ചു തുടങ്ങുന്നത്. മുൻപുള്ള പല വീഡിയോസിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരിക്കലും പഠിച്ചു തുടങ്ങുക. ഇറ്റ്സ് എ ഫാൾസ് മൂവ്, ഇറ്റ്സ് എ റോങ് മൂവ്. നമ്മൾ ചെയ്യേണ്ടത് എക്സാമിന് മുമ്പേ പ്രിപ്പയർഡ് ആയിരിക്കണം. പഠനം എവിടെ നിന്ന് ആരംഭിക്കണം എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കാണും. എവിടെ നിന്നാണ് ഫസ്റ്റ് നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? LPUP ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം LPUP ആവട്ടെ, HSC ആവട്ടെ, എന്തിനാണ് മുൻഗണന നൽകുന്നത്? പലർക്കും അറിയത്തില്ല. കേട്ടിട്ട് കഴിഞ്ഞ് B.Ed കഴിഞ്ഞ് D.Ed ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് LPUP എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനിരിക്കുമ്പോഴത്തേക്ക് എവിടെ പഠിച്ചു തുടങ്ങണം, ഏത് സെക്ഷൻ പഠിച്ചു തുടങ്ങണം അറിയില്ല, എവിടെ നിന്ന് ആരംഭിക്കണം അറിയില്ല. അപ്പം ആ ഡൗട്ടുകൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ടുകളാണ്. പഠനം എന്താണ്, പഠനത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. 40-40 വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം? LPUP എക്സാമിനേഷൻ എഴുതാം. പല അറ്റംപ്റ്റുകളും നമ്മൾ നേരിടുന്നു. ഓരോ അറ്റംപ്റ്റിലും നമുക്ക് പല ഓപ്പർച്യൂണിറ്റികളും മിസ്സാവുന്നു, പഠിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ചെയ്ത സ്ട്രാറ്റജീസ് വർക്കൗട്ട് ആവുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. എങ്ങനെയാണ് സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? അങ്ങനെ പല ഡൗട്ടുകളാണ് ആസ്പിരൻറ്റ് LPUP ആസ്പിരൻറ്റ് നിങ്ങളുടെ മൈൻഡിലുള്ളത്. ഈ ഡൗട്ടുകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാച്ച് ഉള്ളത്. അത്രയ്ക്ക് പ്രൈം ബാച്ചാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, നിങ്ങൾക്കറിയാം, 1500 ഉദ്യോഗാർത്ഥികളെ ഞങ്ങൾ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ബാച്ചുകൾ തന്നെയാണ്. സ്പെഷ്യലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മിഷൻ LPUP ബാച്ച് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിന് മിഷൻ 3.0 ഉണ്ടായുള്ള പല കാരണങ്ങൾ. ഒന്ന്, 3000 റാങ്ക് ഹോൾഡേഴ്സിനെ മേക്ക് ചെയ്യുക എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യം. 2, ഇത് സ്ട്രക്ചർ ചെയ്തേക്കുന്നത് 3 ഘട്ടങ്ങളായിട്ടാണ്. ഏത് ലെവലിൽ നിന്ന് പഠിക്കുന്ന വ്യക്തികളാവട്ടെ, നിങ്ങൾ നല്ല ഹൈ ലെവലാവട്ടെ അല്ലെങ്കിൽ ബേസ് ലെവലാവട്ടെ അല്ലെങ്കിൽ പഠനം ആരംഭിക്കുന്ന വ്യക്തിയാവട്ടെ, എല്ലാവർക്കും കോർത്തിണങ്ങിയ രീതിയിലാണ് ഇതിൻ്റെ സ്റ്റേജസ് മാർക്ക് ചെയ്യുന്നത്. കൃത്യമായ ഘട്ടങ്ങളിലൂടെ നിങ്ങൾക്ക് മൂല്യനിർണ്ണയം അതുപോലെ പല കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട്. നമുക്ക് ഇൻഡെപ്തായിട്ട് പോവാം. ഓക്കെ, ഇതിൽ 3 ലെവൽസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെവൽ 1 LPUP ഫൗണ്ടേഷൻ സെക്ഷൻ. ഓക്കെ, അതായത് ബേസ് ലെവലുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുക. ഇൻഡെപ്തായിട്ട് നമുക്ക് പോവാം. ജസ്റ്റ് പറഞ്ഞു പോവാണ്. LPUP ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട്. LPUP നെക്സ്റ്റ് ലെവൽ 2ലേക്ക് വരുമ്പോൾ ഇൻ്റർമീഡിയറ്റ് സെക്ഷൻ, അതായത് നമ്മൾ ബേസ്, ഇൻ്റർമീഡിയറ്റ്, ഫൗണ്ടേഷൻ ആൻഡ് നെക്സ്റ്റ് ദ ഫൈനൽ ലെവൽ LPUP അഡ്വാൻസ് സെക്ഷൻ. അങ്ങനെ 3 ലെവലായിട്ട് നിങ്ങൾ ഈ ലെവലിൽ ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലെവലിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റത്തുള്ളൂ. ആ ലെവൽ ഓക്കെ മാത്രമേ ആ തേർഡ് ലെയറിലോട്ട് നിങ്ങൾക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. തേർഡ് ലെയറിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം യു വിൽ ഇൻക്ലൂഡ് ഇൻ ദ LPUP റാങ്ക് ലിസ്റ്റ്. ഓക്കെ,
സോ കോഴ്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഫൗണ്ടേഷൻ ലെവൽ 1 ബാച്ചിൽ നമ്മൾ പ്രൈം ഫോക്കസ് കൊടുക്കുന്നത് നമുക്ക് SCRT സെക്ഷനിലാണ്. SCRTയുടെ 5 തൊട്ട് 10 വരെയുള്ള സെക്ഷനാണ് കുറച്ചുകൂടെ നമ്മൾ പ്രൈം ഫോക്കസ് കൊടുക്കുന്നത്. ഓക്കെ, ഫൗണ്ടേഷൻ ബാച്ചിൽ. നെക്സ്റ്റ് ഇൻ്റർമീഡിയറ്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ NCERTയുടെ 11 to 12 സെക്ഷനാണ് നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കുന്നത്. അടുത്ത അഡ്വാൻസ് സെക്ഷൻ എന്ന് പറയുമ്പം ഇതിൻ്റെ എല്ലാം ബൂസ്റ്റപ്പ് സെക്ഷനാണ്. ഇൻ ഡെപ്ത് ആയിട്ട് നമുക്ക് പോകാം. നിങ്ങൾക്ക് ബേസ് ആയിട്ട് സ്ട്രക്ചർ പറയുന്നേ ഉള്ളൂ. നിങ്ങൾ ഈ ലെവല് പാസ്സായാൽ മാത്രമേ ഈ ലെവലിലോട്ട് പോകാൻ പറ്റൂ. ഈ ലെവൽ പാസ്സായാൽ മാത്രമേ ഈ ലെവലിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ലെവൽ പാസ്സായി കഴിഞ്ഞാൽ യു ക്യാൻ ബിക്കം ആൻ LP/UP ടീച്ചർ ഓർ LP teacher or UP teacher or LP teaching aspirant. Okay. സോ ഫസ്റ്റ് ലെവലിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാനത് വേറെ നല്ല രീതിയിൽ അതിൻ്റെ ഡോക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. കുറച്ച് നമുക്ക് ഓടിച്ചു പോവുകയാണ്. LP/UP ഫൗണ്ടേഷൻ സെക്ഷനിൽ ഇത് പറയുന്നത് 150 days ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. 150 ദിവസം കൊണ്ടാണ് ആദ്യത്തെ ലെവൽ 1 നിങ്ങൾ കംപ്ലീറ്റ് ആക്കേണ്ടത്. നമുക്ക് ഒരുപാട് ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ, ഒരുപാട് മാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് പോകണം. ആ സ്ട്രക്ചേർഡ് പ്ലാൻ ഇവിടെ നിന്ന് നമ്മൾ ഇന്നേ ദിവസം ആരംഭിക്കുകയാണ്. LP/UPയുടെ ഫസ്റ്റ് ഫൗണ്ടേഷനിൽ നിങ്ങൾ 150 ദിവസം കംപ്ലീറ്റ് ചെയ്യണം. അവിടെ നമ്മുടെ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് വേറെ സെക്ഷൻ പോകുന്നില്ലെന്നല്ല, മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് SCRTയുടെ ക്ലാസ് 5 to 10 വരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കംപ്ലീറ്റ് മനസ്സിലാക്കുക, കംപ്ലീറ്റ് പഠിച്ച് മനസ്സിലാക്കാനുള്ള ഉദ്ദേശമാണ് ഫൗണ്ടേഷൻ സെക്ഷനിൽ ഉള്ളത്. രണ്ടാമത്തെ സെക്ഷനിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ എൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞോട്ടെ. ഫൗണ്ടേഷൻ സെക്ഷനിൽ അതിനോടൊപ്പം തന്നെ പ്രീ കോഴ്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് ഡെയിലി റെക്കോർഡ് വീഡിയോസ് നിങ്ങൾക്ക് വരും, ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും, വീക്ക്ലി എക്സാംസ് ഉണ്ടായിരിക്കും, നോട്ട്സ് ഉണ്ടായിരിക്കും, ടെലഗ്രാം ഗ്രൂപ്പ് അവിടെ ഉണ്ട്. അതുപോലെ നിങ്ങളായ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സപ്പോർട്ട് കോച്ചും അവിടെ ഉണ്ടായിരിക്കും. ഇനി അതിൻ്റെ എക്സ്ട്രാ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ കുറേ ഫീച്ചേഴ്സ്, നമ്മളെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് തുടങ്ങിയ ബാച്ചാണ്. അതുകൊണ്ടാണ് ദിസ് ഇസ് ദ പ്രൈം ബാച്ച്. ഫ്ലാഷ് ബാക്ക് സെക്ഷൻ ഉണ്ട്, പോസ്റ്റ് മോർട്ടം സെക്ഷൻ ഉണ്ട്, മൈൻഡ് മാപ്പ് സെക്ഷൻ ഉണ്ട്, 6 സബ്ജക്ട് വൈസ് ഫൈനൽ ടെസ്റ്റ് ഉണ്ട്, പിന്നെ മെന്ററിംഗ് സെക്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി പ്ലാന് നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ എത്രമാത്രം ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അക്കാഡമിക് അഡ്വൈസേഴ്സ് നിങ്ങൾക്ക് പേഴ്സണലി ഷെയർ ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് അതിൽ ഫോക്കസ് ചെയ്ത് പോകാം, നിങ്ങൾക്കത് മൊത്തം വായിച്ചു നോക്കാം. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കോഴ്സ് എടുക്കാം. ഓക്കെ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം. ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും, എനിക്കെല്ലാം പഠിക്കാൻ പറ്റും. ഇത് ഞാൻ അഷ്യൂർ പറയുന്നത്. പക്ഷേ ഇങ്ങനെ സ്ട്രക്ചർ ഇതുവരെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും കൊടുക്കാത്ത സ്ട്രക്ചറാണ്. അത്രയ്ക്ക് നിങ്ങൾക്കറിയാം, മറ്റേത് പ്ലാറ്റ്ഫോമിലും കാണും എൻട്രിയിൽ കൊടുക്കുന്ന ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്, ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഈ കോഴ്സ് എടുത്തവർക്ക് അറിയാൻ പറ്റും, എൻട്രിയുടെ LP/UP കോഴ്സ് എടുത്തവർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടായത്. അതിനേക്കാൾ ഉപരി അതിൻ്റെ അപ്പുറത്തേക്കുള്ള പ്ലാൻസുമായിട്ടാണ്, ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ഒരു മിഷൻ 3.0 സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വരുമ്പോൾ ലെവൽ 2ലാണ്. ലെവൽ 1 വിജയകരമായി പൂർത്തിയാക്കിയവർ മാത്രമേ ലെവൽ 2ലേക്ക് പാസ്സാകാൻ പറ്റത്തുള്ളൂ. ഇതൊരു ക്ലാസ് ടെസ്റ്റ് പോലാണ്. 1ാം ക്ലാസ് പാസ്സായാലും 2ാം ക്ലാസ്സിലോട്ട് പോകാൻ പറയുന്നുള്ള രീതി തന്നെയാണ്. ലെവൽ 1 നിങ്ങൾ കൃത്യമായി വിജയിച്ചാൽ മാത്രമേ ലെവൽ 2ലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ, ലെവൽ 2ലോട്ട് നിങ്ങൾ എലിജിബിൾ ആവത്തുള്ളൂ. സോ ലെവൽ 2ൽ നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്യുന്നത് NCERT ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് SCRT സെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ NCERTയുടെ ക്ലാസ് 11th ക്ലാസ് 12th സെക്ഷൻ കുറച്ചുകൂടെ മേജർ ഫോക്കസ് റോൾ എന്ന് പറയുന്നത്. അതുപോലെ അവിടെ ഡീപ്പായിട്ടുള്ള കൺസെപ്റ്റുകൾ നമ്മളവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. PYQs കൺസെപ്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള, സബ്ജക്ട്സുകളെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയും ഡ്യൂറേഷൻ ലെവൽ 2ൻ്റെ ഡ്യൂറേഷൻ 150 days ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ ടോപ്പിക് വൈസ് കൺസെപ്റ്റ് വീഡിയോസ് ഉണ്ട്, അഡ്വാൻസ്ഡ് MCQ പ്രാക്ടീസസ്, വീക്ക്ലി ലൈവ് ഉണ്ട്, പിയർ ഡിസ്കഷൻ ആൻഡ് സ്റ്റുഡൻറ് സപ്പോർട്ട് പ്രോഗ്രാം അവിടെയും ഉണ്ട്. ഇനി അതിൻ്റെ ഇൻഡെപ്ത് ആയിട്ട് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും ബോണസ് ഫീച്ചേഴ്സും ഉണ്ട്. എന്തുകൊണ്ട് വീഡിയോസിൽ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്നുള്ള കുറേ ഡൗട്ടുകളുണ്ട്. അത്തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. വൈ ദിസ് ക്വസ്റ്റ്യൻ വീഡിയോസ്, എന്തുകൊണ്ട് സൈക്കോളജിയിൽ ആ ക്വസ്റ്റ്യൻ വന്നു, അതിൻ്റെ ബ്രേക്ക് ഡൗൺ സീരീസും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കേസ് സ്റ്റഡി കാണും, ഓഫ്ലൈൻ വർക്ക്ഷോപ്പുകൾ കാണും, ഓഫ്ലൈൻ മോക്ക് എക്സാമുകളും കാണും. അധ്യാപകരുമായിട്ട് നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള ലൈവ് സെഷൻസ് ഉണ്ട്. അതിന് പുറമെ നിങ്ങൾക്ക് ഫിസിക്കലി അധ്യാപകരുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള സെഷൻസും ഈ മിഷൻ LP/UP 3.0 സോ അതിൻ്റെ കൂടെ തന്നെ കോണ്ടന്റ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് കൺസെപ്റ്റ് ലെസൺസിലാണ്, PYQ ആണ്, അതും NCERT ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം സോൾവിങ് വർക്ക്ഷോപ്പുകൾ കാണാം, ടീച്ചിങ് സ്ട്രാറ്റജി ബേസ്ഡ് MCQs കാണും. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ,
ഞാൻ കംപ്ലീറ്റ് ഇൻഡെപ്തായിട്ട് പറയാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ നമ്പറിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ PDF നിങ്ങളുടെ ഷെയർ ചെയ്യുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഡൗട്ടുകളെല്ലാം നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ലെവൽ 3 നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടെ അഡ്വാൻസ് സെക്ഷനാണ്. ലെവൽ 2-ലും ലെവൽ 1-ലും ലെവൽ 2-ലും പാസ്സായ വ്യക്തികൾക്ക് മാത്രമേ 3 കയറാൻ പറ്റൂ. ഓക്കെ, അവിടെ 2 ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയവരെ കാത്തിരിക്കുന്നതാണ് അവിടെ റാങ്ക് മേക്കർ ആവാനുള്ള അവസരം. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ഇതും പാസ്സായി ഇതിലോട്ട് കടന്നാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, 2 പാസ്സായി ഉറപ്പിക്കാൻ നിങ്ങൾ LPUP റാങ്ക് ഹോൾഡർ ആകാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. അവിടെയും ഡ്യൂറേഷൻ വരുന്നത് 150 ഡേയ്സ് ആണ്. അപ്പോൾ 150 ഡേയ്സ് പ്ലസ് 150 ഡേയ്സ് പ്ലസ് 150 ഡേയ്സ്. നമുക്ക് മുമ്പിൽ സമയങ്ങൾ നിരവധിയുണ്ട്. അവിടുത്തെ ലക്ഷ്യം, പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത് എക്സാമിന് നിങ്ങളെ റെഡിയാക്കുക എന്നുള്ള ഗോളാണ്. വിത്ത് റിയൽ മോക്ക് എൻവയോൺമെൻറ്റ്. തൊട്ടടുത്ത നിമിഷം എക്സാം വരുന്നു എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാം? അടുത്ത നമ്മൾ എക്സാം നോട്ടിഫിക്കേഷൻ വിളിച്ചു, ആ സമയത്ത് ഈ ലെവൽ 3 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം എക്സാമിന് നോട്ടിഫിക്കേഷൻസിൻ്റെ ഒക്കെ ആ ചൂടൊക്കെ തുടങ്ങും. ആ സമയത്ത് നമ്മൾ റെഡി ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ലെവൽ 3 നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫീച്ചേഴ്സ്, അവിടെ ഡെയിലി MCQs കാണും, വീക്ക്ലി റാങ്ക് മോക്ക് ടെസ്റ്റ് കാണും, ഫൈനൽ റിവിഷൻസ് കാണും. ഓക്കെ, റിവിഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. PO ലെഡ് സെക്ഷനാണ്, കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പാണ്. എന്നിട്ട് ഇവിടെ ലീഡർ ബോർഡ് സെക്ഷൻ കാണാം. നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്ത് ഏത് വ്യക്തികളാണ് വിജയകരമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് ഉന്നതിയിലെത്തുന്നത്, റാങ്കിൻ്റെ ഫസ്റ്റിലെത്തുന്നത്, അവരുടെ ലീഡർ ബോർഡ് പബ്ലിഷ് ചെയ്യും. നിങ്ങൾക്ക് ഉറപ്പിക്കാം അതിൽ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ റാങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം യു വിൽ ബിക്കം ദ ULP ടീച്ചർ ഓർ UP ടീച്ചർ ആൻഡ് ദേ വിൽ ഹാവ് എ സ്റ്റുഡൻറ്റ് സപ്പോർട്ട് കോച്ചും അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി ഇൻഡെപ്ത് ആയിട്ട് അവിടുത്തെ സെക്ഷൻ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് റാങ്ക് ബേസ്ഡ് എക്സാം കാണും, സബ്ജക്ട് ഇൻ്റഗ്രേഷൻ, കേരള റിനീസൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാണും. അതുപോലെ തന്നെ ടോപ്പേഴ്സിൻ്റെ സീക്രട്ട് കാണും. നിങ്ങൾക്ക് സ്പെഷ്യൽ പോഡ്കാസ്റ്റ് കാണും. കഴിഞ്ഞ LPUP റാങ്ക് ഹോൾഡേഴ്സിൽ അവർ മേക്ക് ചെയ്ത സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് അതിൻ്റെയൊക്കെ പോഡ്കാസ്റ്റ് സെക്ഷൻ കാണും. പല ട്രാക്കിംഗ് സംവിധാനങ്ങളും എക്സാം ഹാക്സ് ആണ്. ഒരുപാട് ടിപ്പുകൾ എങ്ങനെ ക്രാക്ക് ചെയ്യാം, എങ്ങനെ നമുക്കതിനെ അഭിമുഖീകരിക്കാം, എല്ലാ കാര്യങ്ങളും അഡ്വാൻസ് സെക്ഷൻ ആണ്. സോ ഇത്രയും ഫീച്ചേഴ്സ് ഇതിലുപരി ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചേഴ്സ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. ഇനി പ്രധാനപ്പെട്ട കാര്യം അല്ലേ, ആരാണ് ഈ ബാച്ചുകൾ നയിക്കുന്നത് അല്ലേ? ഈ ബാച്ച് ആരാണ് നയിക്കുന്നത്? ബാച്ചുകളല്ല, ഈ ബാച്ച് ആരാണ് നയിക്കുന്നത്? നിങ്ങൾക്കറിയാം, ഇന്ന് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് കൊടുക്കുന്ന ബെസ്റ്റ് പ്ലാറ്റ്ഫോം, ഓൺലൈൻ പ്ലാറ്റ്ഫോം എൻട്രി എന്ന് ഞാൻ അവകാശപ്പെടുന്നു, ഞങ്ങളുടെ ടീം അവകാശപ്പെടുന്നു, നിങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റും. പഠിച്ചു കഴിഞ്ഞാൽ LPUP വിദ്യാർത്ഥികളാണ് ഈ ഒരു വീഡിയോ കാണുമെങ്കിൽ അവർക്കറിയാം ഏറ്റവും ബെസ്റ്റ് ഫീച്ചേഴ്സ് കൂടുന്നത് എൻട്രി ആപ്പിലാണ്. അവിടുത്തെ എന്തുകൊണ്ടാണ് ബെസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? 1, നമ്മുടെ സ്ട്രക്ചർ. 2, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായ അധ്യാപകർ. നമുക്കറിയാം LPUPയുടെ ഉന്നതിയിലെത്തുമ്പോൾ അവിടെ പേര് കേൾക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ പ്രദീപ് സാർ, സുജേഷ് സാർ, നാസിർ സാർ, വിനു സാർ, രഞ്ജു സാർ, ശ്രീനിധി സാർ, സീന മിസ്, അങ്ങനെ ഒട്ടനവധി, ബിപിൻ സാർ, ഒട്ടനവധി പേരുടെ ഒരു പട്ടിക തന്നെ, ഫാക്കൽറ്റി പൂള് തന്നെ എൻട്രിക്ക് അവകാശപ്പെടാറുണ്ട്. വിശ്വനാഥ് സാർ, അനിൽകുമാർ സാർ, അങ്ങനെ എത്ര പേര്, എത്ര ആൾക്കാർ, ഇഷ്ടം പോലെ പേര് LPUP റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ആരൊക്കെയാണെന്ന് നോക്കാം. പ്രദീപ് സാറിൻ്റെയും നാസിർ സാറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സുജേഷ് സാറിൻ്റെയും സ്പെഷ്യൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, LPUP ഉണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം പ്രദീപ് സാറിൻ്റെയും സുജേഷ് സാറിൻ്റെയും നാസിർ സാറിൻ്റെയും മറ്റ് സാറുമാരുടെ എത്രത്തോളം ബെസ്റ്റ് ക്ലാസ്സുകളാണ്, എത്രത്തോളം മോട്ടിവേഷൻ തരുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. അവിടെ അവരുടെ ക്ലാസ്സുകളുണ്ടായിരിക്കും. നാസിർ സാറിൻ്റെയും വിനു സാറിൻ്റെയും സ്പെഷ്യലായിട്ട് ഇൻഡെപ്ത് ആയിട്ടാണ് ഇനി പറയുന്നത്. അവരുടെ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി സെക്ഷനും സാമൂഹ്യ ശാസ്ത്രവും ഉണ്ടായിരിക്കും. സുജേഷ് സാറിൻ്റെയും വിനു സാറിൻ്റെയും ഭൗതിക ശാസ്ത്രം, രഞ്ജിത്ത് സാറിൻ്റെ കേരള നവോത്ഥാനത്തിൻ്റെയും കേരള ചരിത്രത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും രഞ്ജിത്ത് കരുനാഗപ്പള്ളി സാറിൻ്റെ കേരള നവോത്ഥാനം, കേരള ചരിത്രം, ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ, വിശ്വനാഥ് സാറിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതുപോലെ സ്വാതന്ത്ര്യ ഇന്ത്യ, ലോക ചരിത്രം സെക്ഷൻ കാണാം. അതുപോലെ ബിപിൻ സാറിൻ്റെ ഭൂമിശാസ്ത്രം, രഞ്ജിത്ത് സാറിൻ്റെ അഗെയിൻ സാമ്പത്തിക ശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, രഞ്ജിത്ത് സീനാമിസിൻ്റെയും ബിപിൻ സാറിൻ്റെയും ഗണിതം കാണും, രഞ്ജിത്ത് സാറിൻ്റെ ഇംഗ്ലീഷ് സെക്ഷൻ കാണാം, ശ്രീനിധ് സാറിൻ്റെ മലയാളം കാണാം, ഉണ്ണി സാറിൻ്റെയും സന്തോഷ് സാറിൻ്റെയും രസതന്ത്രം കാണും. ഓക്കെ, ഇനി അഗെയിൻ സുജേഷ് സാറിൻ്റെയും വിനു സാറിൻ്റെയും ഭൗതിക ശാസ്ത്രം, സുജേഷ് സാറിൻ്റെയും നിമ്യ മിസിൻ്റെയും ജീവശാസ്ത്രം, ജയകൃഷ്ണൻ സാറിൻ്റെ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ. പോരെ LPUP റാങ്കിൽ എത്താൻ വേണ്ടി നിങ്ങൾക്ക് ഇതിലുപരി എന്താ വേണ്ടത്? നിങ്ങൾ പറ.
LPUP റാങ്ക് ലിസ്റ്റിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിലുപരി എന്താണ് ആവശ്യമുള്ളത്? എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്, എല്ലാ സെക്ഷനും ഇവിടെ ഉണ്ട്. നിങ്ങൾ ഒരു LPUP റാങ്ക് ലിസ്റ്റ് ഇടം നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്ലാറ്റ്ഫോം എൻട്രി തന്നെയാണ്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ LPUPയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുള്ളൂ, റാങ്കിൽ ഉൾപ്പെടുത്തുക. ദൃഢനിശ്ചയത്തോടെയും അതുപോലെ തന്നെ കറക്റ്റ് കാര്യങ്ങൾ, കറക്റ്റ് വേയും ഉണ്ടെങ്കിൽ, ലക്ഷ്യമുണ്ടെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എത്താൻ പറ്റും. സോ കോഴ്സ് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളത് ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോളോ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക് അഡ്വൈസേഴ്സ് ഇതിൽ കംപ്ലീറ്റ് PDF, ഇതിലുപരി ഫീച്ചേഴ്സ് ഉണ്ട്, ഇതിലുപരി കാര്യങ്ങളുണ്ട്, ഇൻഡെപ്ത് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അക്കാഡമിക് അഡ്വൈസേഴ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് കോൾ, ഡയറക്റ്റ് കോളാണ് ചെയ്യേണ്ടത്, വാട്സപ്പ് കോൾ അല്ല. ഡയറക്റ്റ് കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. സോ LPUP മിഷൻ 3.0 ആയിട്ട് എൻട്രി വന്നിരിക്കുകയാണ്. റാങ്ക് വെക്കാൻ നിങ്ങൾ റെഡി, റാങ്ക് നേടാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യൂ എൻട്രി ആപ്പ്.